നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. RSSനെ നിയമസഭയിലും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. ശാഖകളിലെ ആയുധ പരിശീലനം തടയാൻ നിയമനിർമ്മാണം പരിഗണനയിൽ. കെ സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിൽ നിയമ നടപടി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. പിണറായി ചരിത്രം പഠിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയും അന്വേഷണ പരിധിയിൽ. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷം. സ്ത്രീ സുരക്ഷയെ ചൊല്ലി നിയമസഭയിൽ ബഹളവും ഇറങ്ങിപ്പോക്കും. പൾസർ സുനിയുമായി വാഗമണ്ണിൽ പോലീസിന്റെ തെളിവെടുപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണത്തിനെതിരെ സുനിതാകൃഷ്ണൻ സുപ്രീം കോടതിയിൽ. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് അഖിലേഷ് യാദവ്. സമാജ്വാദി കോൺഗ്രസ് സഖ്യം 300-ലധികം സീറ്റ് നേടും. യുപിയിൽ മോദി തരംഗമില്ല. ലക്നൌ മെട്രോ വേഗം പൂർത്തീകരിച്ച ഇ ശ്രീധരന് നന്ദിയെന്നും അഖിലേഷ് ന്യൂസ് 18നോട്. 5ാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ 60% പോളിംഗ്. ഫേസ്ബുക്കിലൂടെ പ്രതിഷേധിച്ച പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമെന്ന ഭീഷണിയുമായി ABVP. ഭീഷണി കാർഗിൽ രക്തസാക്ഷിയുടെ മകൾക്കെതിരെ. ക്രിമിനൽ നടപടിയെടുക്കണമെന്ന് ഡൽഹി വനിതാ കമ്മീഷൻ. PC ജോർജ് മർദ്ദിച്ചെന്ന് MLA ഹോസ്റ്റൽ ക്യാൻറ്റീൻ ജീവനക്കാരൻ. മർദ്ദിച്ചത് ഉച്ചഭക്ഷണം വൈകിയെന്നാരോപിച്ച് മ്യൂസിയം പോലീസ് കേസെടുത്തു. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് PC ജോർജ്. ജോർജിന്റേത് ക്രിമിനൽ നടപടിയെന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ. ട്രംപ് നയങ്ങളുടെ വിമർശവേദിയായി ഓസ്കാർ പ്രഖ്യാപന വേദി. ട്രംപിനെ പരിഹസിച്ച് അവതാരകൻ ജിമ്മി കെമ്മൽ. വരാതിരുന്ന് വിമർശിച്ച് അസ്കർ ഫർഹാദി. മൂൺലൈറ്റ് മികച്ച ചിത്രം. KC അഫ്ലക്ക് നടൻ. എമ്മ സ്റ്റോൺ നടി. ലാലാ ലാൻഡിന് 6 അവാർഡുകൾ. മുഖ്യമന്ത്രിയുടെ RSS വിമർശനത്തിന് കാരണമെന്ത്? നിയമസഭയിൽ RSSനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSനും കോൺഗ്രസിനും പല കാര്യങ്ങളിലും ഒരേ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാലില്ലാത്തവൻ ചവിട്ടുമെന്ന് പറയും പോലെയാണ് RSSന്റെ ഭീഷണിയെന്നും വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കടത്തുവഞ്ചി ഉള്ള സ്ഥലത്ത് ഈ 2 കാലിനും സ്വാധീനമില്ലാത്ത ഒരാൾ കാശ് വാങ്ങാൻ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരാളുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഇപ്പോൾ ഈ കാലില്ലാത്ത ഇയാൾ പറയാണ്, ഒരു ചവിട്ട് വെച്ചാൽ നല്ലല്ലോ. ആ ഗണത്തിൽപ്പെട്ടതാണത്. അത്തരം ഒരു ഭീഷണി എന്ന് മാത്രമേ ഉള്ളൂ. ആ ഭീഷണിയൊന്നും ആരും വകവെക്കുന്ന കാര്യമല്ല. RSS ഭീഷണിയെക്കുറിച്ചുള്ള അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പ്രതിപക്ഷത്തിന്റെ അവസരവാദപരമായ നിലപാട് RSSന് പരോക്ഷമായി പ്രോത്സാഹനം നൽകുന്നു. കുമ്മനം രാജശേഖരനും VM സുധീരനും ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ചില കാര്യങ്ങളിലെല്ലാം ഇവർ ഒന്നിച്ചാണ്. ഇപ്പോൾ കുമ്മനം രാജശേഖരനും VM സുധീരനുമെല്ലാം ഒരേ സ്വരത്തിലാണല്ലോ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഒരേ വാചകങ്ങൾ തന്നെയാണല്ലോ വരുന്നത്. ഒരേ ആശയമാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. സർ, എങ്ങനെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? കെ സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിൽ നിയമപരമായി എന്ത് ചെയ്യാനാവുമെന്ന് പരിശോധിക്കും. RSSന്റെ സാന്നിധ്യം ചില ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. RSSനെതിരെ മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും ശക്തമായ നടപടിയുണ്ടാകുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. CPM നേതാവും MLAയുമായ ശ്രീ AN ഷംസീർ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. BJP നേതാവ് ശ്രീ MT രമേശ് കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ശ്രീ അനിൽ അക്കര കോൺഗ്രസ് നേതാവും MLAയും, അദ്ദേഹം തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ സണ്ണി കബിക്കാട് ദളിത് ചിന്തകൻ, അദ്ദേഹം കോട്ടയത്ത് നിന്നും ചർച്ചയിൽ ചേരും. കേസരിയുടെ പത്രാധിപർ ശ്രീ NR മധു കോഴിക്കോട് നിന്നും ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ആദ്യം ശ്രീ ഷംസീർ, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ RSSനെ വിമർശിക്കുന്നത്? RSS കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സംഘടനകളിലൊന്നാണ്. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി തന്നെയും RSSന്റെ പ്രവർത്തകനുമാണ്. ആ RSSന്റെ പ്രവർത്തനങ്ങളെ നിയമപരമായി നിരോധിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? RSSനെ വിമർശിക്കാതെ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു സെക്യുലറിസ്റ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? നിങ്ങൾ എന്താ ഒരു ഫെഡറലിസം ഉള്ള ഒരു രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ല. ഞങ്ങൾ ഭോപ്പാലിൽ തടയും, ഞങ്ങൾ അവിടെ തടയും, ഇവിടെ തടയും. ഇതെങ്ങോട്ടേ ഈ നാട് പോകുന്നത്? അപ്പോൾ RSSൻ്റെ ഇത്തരം ചെയ്തികൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ഭാഗത്ത് ദളിതുകളെ ആക്രമിക്കുന്നു, മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്നു. BJP അധികാരത്തിൽ വന്നതിന് ശേഷം
RSSൻ്റെയും അവരുടെ പ്രവർത്തകന്മാരുടെയും അധികാരവും ധാർഷ്ട്യവും കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പം അവർ കമ്മ്യൂണിസ്റ്റുകാരെയും ദളിത്സിനെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കല്ലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോം ട്യൂഷൻ എടുക്കുന്ന ഒരു ലേഡി ബിടെക് ഹോൾഡറാണ്, ദളിതാണ്. അപ്പോൾ അവർ ക്ലാസ് എടുക്കുമ്പം കുട്ടീനെ ഇംഗ്ലീഷ് പറഞ്ഞു. അപ്പോൾ പൊലിയസ്ത്രീ അധികം ഇംഗ്ലീഷൊന്നും പറയണ്ട, പൊലിയസ്ത്രീ എന്തിനാ ഇംഗ്ലീഷ് പറയുന്നതെന്ന് പറഞ്ഞാണ് ആ ലേഡി ആക്ഷേപിച്ചത്. ഇപ്പോൾ ഒരു ദളിത് വിരുദ്ധത, ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കേരളത്തിനകത്ത് എത്തുമ്പം, മുസ്ലിം വിരുദ്ധത, ഇന്ത്യയിലെമ്പാടും കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സ്വാധീനമില്ലാത്തതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ദളിത്സിനെയും ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSS വെറുക്കപ്പെടേണ്ട സംഘടനയാണ്. എന്തോ ദൗർഭാഗ്യവശാൽ ഈ രാജ്യത്തിൻ്റെ ഗതികേടെന്നല്ലാതെ വേറെ എന്താ പറയുക. RSSന് അധികാരം കിട്ടി, അത് അവരുടെ പിന്തുണ, അവർക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടെന്നല്ല. ഇന്ത്യയിലെ സെക്യുലർ വോട്ടുകൾ ഫ്രാക്ചേർഡ് ആയിപ്പോയി. 31% മാത്രമേ BJPയുടെ കൂടെ ഉള്ളൂ. ഞാൻ തിരിച്ചു വരാം, അത് 2019 ക്ലിയർ ആവും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ MT രമേശ്, മംഗളൂരുവിൽ അതിരൂക്ഷമായ നിശിതമായ വിമർശമാണ് RSSനെതിരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം പിണറായി വിജയൻ കാഴ്ചവെച്ചത്. ഇന്നിപ്പോൾ നിയമസഭയ്ക്കകത്ത് ശ്രീ ഷംസീർ അടക്കമുള്ള ആളുകളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് RSSനെ വിടുകയില്ല എന്ന നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. RSSന് ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതുണ്ടോ? അങ്ങോട്ട് ചെന്ന് പ്രകോപിപ്പിച്ച് വാങ്ങിയ വിമർശമായിട്ട് കണ്ടാൽ മതിയോ ഇതിനെ? ഒന്ന്, പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി RSSനെ വിമർശിക്കുന്നതിലൂടെ ഞങ്ങൾക്കെന്താ വിരോധം? അദ്ദേഹം വിമർശിച്ചോട്ടെ. അദ്ദേഹം ഈ കേരളത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാളല്ലേ. അദ്ദേഹം ഇന്ന് നിയമസഭ പറഞ്ഞത് കാലില്ലാത്തവരാണ് RSSകാരെന്ന്. ഞങ്ങളുടെ പലരുടെയും കാല് നിങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരുടെ. പക്ഷേ RSS എന്ന സംഘടന 90 വർഷമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന, കാലുകൾ നിവർന്നു നിന്ന് നെഞ്ചുയർത്തി നിൽക്കുന്ന സംഘടനയാണ്. ഈ രാജ്യത്ത് RSSലൂടെ പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം ആളുകൾ അധികാരത്തിൻ്റെ സ്ഥാനത്തെത്തിയിട്ടുണ്ട്. CPMൻ്റെ സ്ഥിതി എന്താ? 2 കാല് പോയിട്ട് നിവർന്നു നിൽക്കാൻ അവർക്ക് കഴിയില്ല. എഴയാൻ പോലും ശക്തിയില്ലാത്തവരല്ലേ CPM. അതിന് കാലുണ്ട്. ആ CPM എന്ന് പറയുന്ന സംഘടന ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു. ഇന്ന് ഈ കേരളത്തിലും ത്രിപുരയിലും മാത്രം ഒതുങ്ങിക്കൂടാൻ വിധിക്കപ്പെട്ടിട്ടുള്ള, ദേശീയ രാഷ്ട്രീയ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സ്ഥാനമില്ലാത്തൊരു പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വന്നിട്ട് ഇങ്ങനെയുള്ള അതിരുകടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പരമപുച്ഛമാണ്. എന്തിനാണ് മുഖ്യമന്ത്രി നടത്തിയത്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നിയമസഭയിൽ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു. കേരളത്തിൽ ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മാധ്യമങ്ങൾ 10 മാസക്കാലമായി ഉണ്ടായിട്ടുള്ള കേരളത്തിൻ്റെ ക്രമസമാധാന തകർച്ചയുടെ ചിത്രം വരച്ചു കാണിച്ചിരുന്നു. അതിന് ശ്രദ്ധപതയാണ്. 1,75,000 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഷംസീർ ഇവിടെ പറഞ്ഞല്ലോ ദളിത് പീഡനത്തെക്കുറിച്ച്. 1700-ലേറെ ദളിത് പീഡന കേസുകൾ കേരളത്തിൽ 10 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭരണത്തിൻ്റെ കീഴിൽ ആരാണ് ദളിതിനെ ആക്രമിക്കുന്നത്? ഞാൻ ഷംസീറിനോട് ചോദിക്കട്ടെ, നാട്ടകം പോളിടെക്നിൽ പുലയക്കുടിൽ ആരാ ഷംസീർ ഉണ്ടാക്കിയത്? BJP ആണോ? ആരാണ് അവിനാശിനെ വിഷം കലർന്ന മദ്യം കുടിപ്പിച്ചത്? BJP ആണോ? ആരാണ് നിങ്ങളുടെ സഹയാത്രികനായിട്ടുള്ള ASFൻ്റെ നേതാവിനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച കേസിൽ ആ വിദ്യാർത്ഥി കൊടുത്ത കേസിൽ നടപടിയെടുക്കാതെ വിദ്യാർത്ഥിയെ പോലും അപമാനിക്കുന്ന സമീപനം സ്വീകരിച്ചത് ആരാ? BJP ആണോ? ആരാണ് 2 ദളിത് സ്ത്രീകളെ ജയിലിലടച്ചത്? BJP ആണോ? എത്രയെത്ര സംഭവങ്ങൾ. തിരുവനന്തപുരത്തുള്ള കോളനിയിൽ ജിഷ്ണു എന്ന ദളിത് ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താര ഞങ്ങളാണോ? ഈ തൃശ്ശൂരിൽ ദളിത് ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി ഞങ്ങളാണ്. എത്രയെത്ര സംഭവങ്ങൾ ഈ കേരളത്തിൽ CPMൻ്റെ ഭരണത്തിന് കീഴിൽ ദളിത് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആരെ വിശ്വസിപ്പിക്കാനാ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ പിണറായി വിജയനെ മംഗലാപുരത്ത് കാലുകുത്തിക്കില്ല, ഭോപ്പാൽ കാലുകുത്തിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കും. അത് ഫെഡറൽ സംവിധാനത്തിനെതിരൊന്നുമില്ല. നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ DYFI എങ്ങനെ പ്രതിഷേധം സംഘടിപ്പിച്ചത്? അത് ഫെഡറൽ സംവിധാനത്തിന് പ്രതികൂലമാണ് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ. അത് ജനാധിപത്യപരമായ പ്രതിഷേധമാണ്. അത് മംഗലാപുരത്ത് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ സമരമാണ്. ശ്രീ അനിൽ അക്കര, പിണറായി വിജയൻ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ RSS വിമർശനം നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് MLA-മാർ അവിടെ ഉണ്ടായിരുന്നില്ല, പ്രതിഷേധിച്ച് ഇറങ്ങിയിരിക്കുകയായിരുന്നു. ആ ഇറങ്ങിപ്പോയത് പോലും നിങ്ങൾക്കെതിരായ കുറ്റാരോപണമാക്കി മാറ്റാനാണ് പിണറായി വിജയൻ അവിടെ ശ്രമിച്ചത്. അതായത് കോൺഗ്രസിനും VM സുധീറിനും കുമ്മനം രാജശേഖരനും ഏതാണ്ട് ഒരേ നിലപാടാണ്, ഒരേ സ്വരവും ഒരേ വാദങ്ങളും മറ്റുമാണ് എന്ന് അവിടെ അദ്ദേഹം പറഞ്ഞു. പ്രധാനപ്പെട്ട വിഷയം അവിടെ ഉണ്ടായത് ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം നടത്തുന്നു എന്നതിന് തെളിവുകളുണ്ട്. മാരകായുധങ്ങളുമായിട്ട് ഇവർ ആയുധ പരിശീലനം നടത്തുകയാണ്. അത് തടയാനുള്ള നിയമനിർമ്മാണം പരിഗണനയിലുണ്ട് എന്നാണ് അവിടെ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന ഭരണഘടനാപരമായ പദവിയിൽ കൊണ്ട് നിയമസഭ പോലൊരിടത്ത് പറഞ്ഞത്. അക്കാര്യത്തോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? RSSനെതിരായിട്ട് നിയമനിർമ്മാണം നടത്തുക, അവരുടെ പ്രവർത്തനത്തെ കേരളത്തിൽ ഇല്ലാതാക്കുക എന്ന നിലപാട് കോൺഗ്രസിനുണ്ടോ?
അല്ല, ഇത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള നാടകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഇവർ തമ്മിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രണ്ട് ഭാഗങ്ങളാക്കി ഒരു ഭാഗം CPM-ഉം ഒരു ഭാഗം BJP-യും കൈക്കലാക്കാനുള്ള വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളിന്ന് നിയമസഭയിൽ നിന്നും ബഹിഷ്കരിച്ച സമയത്താണ് ഇത് പറഞ്ഞത്. അവിടെ ബഹുമാനായ BJP-യുടെ MLA ശ്രീ രാജേട്ടൻ ആ നിയമസഭയിലുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും മോശമായി RSS-നെ പറയുമ്പോൾ RSS-ൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയായ ശ്രീ O രാജഗോപാൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അത് വളരെ ബുദ്ധിപൂർവമാണ്. ഇവിടെ ഭോപ്പാലിൽ പിണറായി വിജയന് പോകാൻ കഴിഞ്ഞില്ല. മംഗലാപുരത്ത് പോകാൻ കഴിഞ്ഞതിൻ്റെ സാഹചര്യം പോകാൻ തീരുമാനിച്ചതുമൊക്കെ അത് കണ്ണൂർ ജില്ലയോടും കാസർഗോഡ് ജില്ലയോടും അടുത്ത പ്രദേശമായതുകൊണ്ടാണ്. ഇവിടെ പോകാൻ കഴിഞ്ഞത് തന്നെ കോൺഗ്രസ് ഗവൺമെൻറ് അവിടെ ഭരിക്കുന്നു, ഞങ്ങളുടെ സഹായം അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. BJP-യെ നേരിടാൻ RSS-നെ നേരിടാൻ CPM-ന് കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ കഴിയില്ല, ഒരു കാര്യം തർക്കവുമില്ല. പക്ഷേ UP തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴും ബീഹാർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്തിനേറെ പിന്നെ ബംഗാളിൽ ഉള്ള തെരഞ്ഞെടുപ്പിൽ പോലും നമ്മളുമായി സഹകരിക്കേണ്ട ഘട്ടത്തിലേക്ക് CPM പോയി. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ബുദ്ധിപൂർവമായി ഇതിൻ്റെ ബെനിഫിഷ്യറികൾ രണ്ട് ഗുണഭോക്താക്കളാണ്. കേരള സമൂഹത്തെ ജാതി തിരിച്ച് വേർതിരിച്ച് ആക്കുന്ന സമയത്ത് രണ്ട് ഗുണഭോക്താക്കളാണ്. ഒന്ന് പിണറായി വിജയനും അപ്പുറത്ത് RSS അല്ലെങ്കിൽ BJP-യുമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ കേരള നിയമസഭയിൽ ബാബു M പാലിശ്ശേരി എന്ന് പറയുന്ന SFIയുടെ ആദ്യത്തെ രക്തസാക്ഷിയെ കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതി ശങ്കരനാരായണൻ പേര് മാറ്റി CPM-ൻ്റെ MLA ആയി കേരള നിയമസഭയിലേക്ക് വന്നു. ഇത് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം സമ്മതിച്ചു, ഒരു നടപടി പോലും എടുത്തില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് പിണറായി വിജയനും പിന്നെ BJP-യും അല്ലെങ്കിൽ RSS-ഉം അവർ സംയുക്തമായി ഉണ്ടാക്കിയ തിരക്കഥയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്, ഞങ്ങൾക്കും കിട്ടണം ഗുണം എന്ന രീതിയിൽ പോകുന്നത് തനി നാടകമാണ്. അല്ലാതെ ഇതിനകത്തൊരു ഇതുമില്ല. നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു മതേതര സ്വഭാവമുള്ള പാർട്ടി ഇന്ത്യയിലെ ആളുകളെ ഭിന്നിപ്പിച്ചു പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. ഇവിടെ വളരെ ബുദ്ധിപൂർവമായ അത്തരത്തിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ അനിലക്കര, ശ്രീ സണ്ണി കബിക്കാട്, താങ്കൾക്ക് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടെല്ലാം വിമർശമുള്ളയാളാണ്, കോൺഗ്രസിനോടും CPM-നോടും BJP-യോടും. പക്ഷേ RSS എന്ന സംഘടനക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാട് അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? RSS-ൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നിരോധനം കൊണ്ടുവരിക, നിയമനിർമ്മാണം കൊണ്ടുവരിക എന്നതൊക്കെ നടക്കുന്ന കാര്യമാണോ? അത് അർഹിക്കുന്ന സംഘടനയാണോ RSS? ഈ സമീപ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ RSS വിമർശത്തെ, മംഗലാപുരത്തും സഭയ്ക്കകത്തും നടത്തിയ വിമർശത്തെ താങ്കൾ എങ്ങനെയാണ് കാണുക? പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1925 RSS രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നാളിതുവരെയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ജനാധിപത്യ സങ്കല്പനങ്ങൾക്ക്, ജനാധിപത്യ സമൂഹത്തിന് പലപ്പോഴും ഭീഷണിയായി മാറിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ അത് ആ സംഘടനകൾ നിരോധിക്കാം, നിയമം കൊണ്ട് നിരോധിച്ചാണ് സംഘടനകളെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇല്ലാതാക്കേണ്ടത് എന്ന സങ്കല്പം തന്നെ ജനാധിപത്യ വിരുദ്ധമായൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ RSS ഉയർത്തുന്ന രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള പ്രാപ്തിയുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം. RSS ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ പരിശ്രമിക്കുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കാനുള്ള ഒരു രാഷ്ട്രീയമായ ഒരു പദ്ധതി, രാഷ്ട്രീയമായൊരു ദർശനം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നതാണ് മർമ്മപ്രധാനമായ കാര്യം. അതല്ലാതെ ഈ നിരോധനം കൊണ്ടോ ആക്രമണം കൊണ്ടോ പ്രത്യാക്രമണം കൊണ്ടോ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ല. രണ്ടാമതൊരു കാര്യം, ഈ BJP-യുടെയും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രതിനിധികൾ ദീർഘസമയം സംസാരിച്ചുകൊണ്ടിരുന്നാലും ഈ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവർ കടക്കില്ല. മറിച്ച് അവരുടെ രാഷ്ട്രീയമായ പാർട്ടി താല്പര്യങ്ങളെയായിരിക്കും അവരെപ്പോഴും മുന്നോട്ട് കൊണ്ടുവരിക. ഞാനിതിൽ കോമണായി കാണുന്നൊരു കാര്യം, സുരേന്ദ്രൻ പ്രസംഗിക്കുമ്പോഴും പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോഴും ഇതിനകത്ത് രണ്ടിലും വരുന്ന ചില കാര്യങ്ങൾ ആയുധം, വടിവാള്, കത്തി, ആക്രമണം, പ്രത്യാക്രമണം, കൊലപാതകം, പ്രതിരോധം, ആക്രമണം, ഇങ്ങനെ ചില പൊതുവായ വാക്യങ്ങളാണ് ഇവരെല്ലാവരും പങ്കുവെക്കുന്നത്. ഇത്തരമൊരു മനോഭാവം തന്നെ, അതായത് എതിരാളിയെ, രാഷ്ട്രീയ എതിരാളിയെ വകവരുത്തേണ്ടതാണ് എന്ന മനോഭാവം പുലർത്തുന്ന രാഷ്ട്രീയ കക്ഷികൾ, അത് ആര് തന്നെയായാലും ജനാധിപത്യത്തിന് ഭീഷണിയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇത്തരം ആക്രമണ പ്രത്യാക്രമണങ്ങൾ കേരളീയ സമൂഹത്തിന് ഒന്നും സംഭാവന ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളീയ സമൂഹത്തെ വളരെ വലിയ കെണിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരം നിരുത്തരവാദപരമായ കാര്യങ്ങൾ ചെയ്യാതെ രാഷ്ട്രീയമായ ദർശനത്തോടുകൂടി, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൂടി
എതിരാളികൾ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുമായി ഇടപെടാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്. ജനാധിപത്യ സമൂഹത്തിൽ അതാണ് നിലനിൽക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ NR മധു, RSSനെ സംസ്ഥാനത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെ നിരോധിച്ചു കളയാനാകും എന്ന് താങ്കൾ കാണുന്നുണ്ടോ? RSS ആയുധ പരിശീലനം, വലിയ മാരകായുധങ്ങളുമായിട്ട് അമ്പലപ്പറമ്പുകളിലൊക്കെ പരിശീലനം നടത്തുന്നു എന്നാണ് നിയമസഭയ്ക്കകത്ത് CPM പ്രതിനിധികൾ ആരോപിച്ചത്. അതിനോടുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. RSS എന്തിനാണ് ആയുധ പരിശീലനം നടത്തുന്നത്? എന്തിനാണ് ഈ മാരകമായ ആയുധങ്ങളുമായിട്ട് അമ്പലപ്പറമ്പുകളിൽ കൂട്ടം ചേരുന്നത്? അങ്ങനെയുണ്ടോ? ഈ ചർച്ചയുടെ ആദ്യ ഭാഗം കേൾക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എങ്കിലും പറയട്ടെ, 8 മാസം കൊണ്ട് ഭൂലോക തോൽവിയായി മാറിയ ഒരു സർക്കാർ ജനങ്ങളുടെ മുന്നിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കുവാൻ വേണ്ടി വളരെ ബോധപൂർവം സഭയ്ക്കകത്തും പുറത്തും ഒരു RSS ഫോബിയ വളർത്തുകയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലം മുതലുള്ള ഒരു ശൈലിയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട്. അതിന് ഇപ്പോൾ RSS ആണ് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തുന്നു. RSS ആയുധ പരിശീലനം നടത്തുന്നു. അതുകൊണ്ട് നിയമനിർമ്മാണം ഉണ്ടാക്കി RSSനെ ഇവിടെ നിരോധിക്കാമെന്ന വ്യാമോഹവും ഒക്കെയാണ്. ഒന്ന് ഞാൻ പറയട്ടെ, RSS ആയുധ പരിശീലനം നടത്തുന്നില്ല. ഞാൻ ഇതിനു മുന്നേയും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. RSS കായിക പരിശീലനം നടത്തുന്നുണ്ട്. അത് വ്യക്തി നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് 4 ഘടകങ്ങൾ വ്യക്തിക്കുണ്ട്. ആ 4 ഘടകങ്ങളെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള പരിശീലനങ്ങളിലൂടെ വ്യക്തികളെ നിർമ്മിക്കാൻ സാധിക്കും എന്ന അതിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കായിക പരിശീലനം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് സഭയ്ക്കകത്ത് നടന്നത്, നമ്മൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനത്തെ മറ്റ് സമൂഹങ്ങളുടെ ഇടയിൽ, മറ്റു പ്രസ്ഥാനങ്ങളുടെ ഇടയിലൊക്കെ ഭീകരമായി ചിത്രീകരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഇന്നത്തെ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുണ്ട്, 1.25 ലക്ഷം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ കേവലം 8 മാസം കൊണ്ട് ദളിത വിഭാഗം 7200ഓളം ദളിത വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചു കുട്ടികളടക്കം പീഡിപ്പിക്കപ്പെടുന്നു. അപ്പം ഒരു സിനിമാ നടി പീഡിപ്പിക്കപ്പെടുന്നു. പീഡിപ്പിക്കപ്പെട്ട ഇരയുടെ പക്ഷത്തല്ല മുഖ്യമന്ത്രി പോലും. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയും സാഹചര്യവുമുള്ള സംസ്ഥാനമാണ് എന്നതുകൊണ്ട് കൂടെയാണ്. അതുകൊണ്ട് കേസുകളുടെ വലിപ്പത്തിലേക്ക് പോകണ്ട, നമുക്ക് RSSലേക്ക് ഒതുങ്ങാം. അല്ല, RSSനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയ സ്വയംസേവക സംഘം രാജ്യത്ത് 50,000-ൽ പരം ശാഖകൾ നിത്യം നടക്കുന്നു. കേരളത്തിൽ 5000-ഓളം ശാഖകൾ നടക്കുന്നു. 1.5 ലക്ഷം സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 15,000-ഓളം വിദ്യാലയങ്ങൾ ഭാരത് നടത്തുന്നു. അത്രയ്ക്ക് വലിയ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് നിങ്ങളിങ്ങനെ ആക്ഷേപിക്കുന്നത്, നടപടിയെടുക്കാൻ നോക്കുന്നത്. ആയുധ പരിശീലനം അവർ നടത്തുന്നുമില്ല. അതെ, RSSന്റെ ശാഖ പൊതുസ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ഏതായാലും ഈ RSSകാരൊക്കെ ഈ തിരശീലക്ക് പിറകിൽ നിന്ന് മുന്നിൽ വരാൻ തുടങ്ങിയ വലിയ സന്തോഷമുണ്ട്. ഇത്രയും കാലം ഇവരൊന്നും പുറത്തു വരാറില്ല. ഇവരാരാന്നാർക്കും അറിയില്ല. ഇവർ ബിഹൈൻഡ് ദ കർട്ടൻ നിന്നുകൊണ്ട് ആളുകളെ കൊല്ലിക്കുന്ന പണിയായിരുന്നു ഇത്രയും കാലം എടുത്തത്. ഇപ്പം കുറേ ആളുകളൊക്കെ ഇങ്ങനെ രംഗപ്രവേശം ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. നിങ്ങളെ ജനങ്ങൾ അറിയട്ടെ കുറച്ച്. പിന്നെ RSS ആയുധ പരിശീലനം നടത്തില്ല എന്ന് ഇതാരോടാ പോയി പറയുന്നത്? നിങ്ങൾ വടിവാൾ എന്തിനാണോ മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കാനാണോ വടിവാൾ പരിശീലിപ്പിക്കുന്നത്? നിങ്ങളുടെ ശാഖയിലെ ദൃശ്യങ്ങൾ, നിങ്ങളുടെ പ്രാഥമിക ശിക്ഷാവർഗിനകത്ത് നടക്കുന്ന പരിശീലനത്തിൻ്റെ ദൃശ്യം പുറത്തു വന്നില്ല. ഇതെന്തിനാ ഈ TV ക്കകത്ത് വന്ന് ഇങ്ങനെ കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞ് ജയിക്കണ്ടേ? കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. നിങ്ങൾ ആയുധ പരിശീലനം നടത്തുന്നില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെപ്പോലെ ആളുകളെ കൊല്ലാൻ പരിശീലനം കൊടുക്കുന്ന സംഘടന വേറെ ഏതാ? എനിക്കറിയാലോ, ഞങ്ങൾക്ക് അത്ര അനുഭവങ്ങളുള്ളതല്ലേ. ആളുകളെ കൊല്ലുമ്പം രക്തം മൂന്തി കുടിക്കുമ്പം സന്തോഷിക്കുന്നവരല്ലേ നിങ്ങൾ? ആ പ്രസ്ഥാനമല്ലേ RSS? നിങ്ങൾ ഗാന്ധിജിയെ വെടിവെച്ചു വന്നവരല്ലേ? നിങ്ങൾ ബാബറി മസ്ജിദ് തകർത്തവരല്ലേ? നിങ്ങൾ ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയവരല്ലേ? ഇതൊക്കെ എല്ലാ കാലത്തും പറയുന്നതാണ് ആളുകൾ. പക്ഷേ അപ്പോഴും RSS ഈ നാട്ടിലുണ്ട്. ശ്രമിക്കുമ്പം ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും, അതേ ഉള്ളൂ. നിങ്ങളിവിടെ ഇപ്പോൾ പിണറായി വിജയൻ ഒരു ഉപമ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പിണറായി വിജയൻ നടത്തിയപ്പോൾ നിങ്ങളുടെ അദ്ദേഹം പറഞ്ഞു കാല് കൊത്തലൊക്കെ നിങ്ങളല്ലേ എത്ര ആളുകളെ കാല കൊത്തുന്നത്? എത്ര ആളുകൾ? ഇപ്പോൾ രമേശ് പറഞ്ഞ കണക്ക് പ്രകാരം എനിക്ക് ഒരുപാട് നിരത്താൻ പറ്റും. പിന്നെ അതല്ല ഡിബേറ്റ് എന്നുള്ളത് ഞാൻ ആ ഭാഗം പറയുന്നില്ല. അതാണ് ഡിബേറ്റ് എങ്കിൽ, കണക്ക് പറയലാണെങ്കിൽ കണക്ക് നാളെ പുലരുവോളം പറയാൻ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നിങ്ങളുടെ നേതാക്കന്മാരുടെ നാക്കൊന്ന് പിടിച്ച് കെട്ടിയാൽ മതി. നിങ്ങൾ തടയില്ല എന്ന് പറഞ്ഞു. സുരേന്ദ്രൻ പ്രസംഗിച്ചല്ലോ,
ഇത്രയും നാൾ സുരേന്ദ്രനായിരുന്നു വെല്ലുവിളി. ഇപ്പോൾ സുരേന്ദ്രനും രാധാകൃഷ്ണനും ഗോപാലകൃഷ്ണനും തമ്മിൽ മത്സരം. രണ്ട് കൃഷ്ണന്മാരും ഒരു സുരേന്ദ്രനും തമ്മിൽ മത്സരം. ഇപ്പോൾ ടി വിക്കകത്ത് എങ്ങനെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റും? അതിനുവേണ്ടി മത്സരിക്കുകയല്ലേ. ഒരു ഗോപാലകൃഷ്ണൻ പറയാണ് പിണറായി വിജയനെ പുറത്തിറക്കില്ല, അതേപോലെ ഞങ്ങൾ പറഞ്ഞാലോ ഗോപാലകൃഷ്ണനെ പുറത്തിറക്കില്ല എന്ന്? അതൊരു ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഒരു മുഖ്യമന്ത്രിയെ പുറത്തിറക്കില്ല എന്നൊക്കെ ഗോപാലകൃഷ്ണനെ പോലത്തെ വിടുവായന്മാർ വിളിച്ചു പറഞ്ഞാൽ അതിന് അതേ നാണയത്തിൽ ഞങ്ങളുടെ സംസ്കാരം സമ്മതിക്കാത്തത് കൊണ്ടാണ് ഗോപാലകൃഷ്ണൻ സുരേന്ദ്രൻ എന്തൊക്കെ പോയി പ്രസംഗിക്കുന്നത്. നിങ്ങൾ തെറ്റായ രീതിയിൽ നിങ്ങളുടെ അണികളെ കഴിച്ചുവിടുന്നു. നിങ്ങൾ ബന്ദ് നടത്തിയില്ലേ? നിങ്ങൾ പിണറായി വിജയനെ പ്രസംഗിപ്പിക്കില്ല എന്ന് എന്തിനാ എം ടി രമേശ് അല്ല അതിൻ്റെ ആളെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എം ടി രമേശ് BJP-ക്കകത്ത് മിതവാദിയാണ്. പക്ഷെ അതിനകത്ത് തീവ്രവാദികളുണ്ട്. അതിനകത്ത് തീവ്രവാദികളുണ്ട് എന്നാണ് ശ്രീ എം ടി രമേശ് പറഞ്ഞത്. ഞാൻ ഒരു നിമിഷം തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം ടി രമേശ്, അതിനകത്ത് തീവ്രവാദികളുണ്ട്. ഞങ്ങൾ 2% വോട്ടുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ ആളുകളെ കൊന്നിട്ടുണ്ട്, കൊല്ലേണ്ട ആളുകളെ കൊന്നിട്ടുണ്ട് എന്നാണല്ലോ ശ്രീ കെ സുരേന്ദ്രൻ പ്രസംഗിച്ചത്. എന്ന് വെച്ചാൽ കൊന്നുകൂടെയാണ് ഞങ്ങൾ വോട്ടിലേക്ക് എത്തിയത് എന്നാണ് അർത്ഥം. അതോടൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തോടെയുള്ള വിമർശം, നിയമസഭയ്ക്കകത്തുള്ള ആക്ഷേപം കാണുമ്പോൾ, അതായത് ഇവരിത് ആയുധ പരിശീലനം നടത്തുകയാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആക്ഷേപവും കെ സുരേന്ദ്രൻ്റെ തന്നെ പറച്ചിലും, ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന പറച്ചിലും കൂടെ ആകുമ്പോൾ, അതിപ്പോൾ നിങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ RSS മാത്രമാണ് കൊന്നതെന്നൊന്നുമല്ല. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം നിരവധിയായിട്ടുണ്ട്. CPM-കാരും കൊന്നിട്ടുണ്ട്. പക്ഷേ ആയുധ പരിശീലനം നടത്തുന്നു എന്ന ആക്ഷേപത്തോടൊപ്പം ചേർത്ത് ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന സ്വയം പറയുന്ന ആ കാര്യം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇത് നിരോധിക്കപ്പെടേണ്ട ഒരു സംഘമല്ലേ എന്ന് സംശയിക്കുന്ന ആളുകളും ഉണ്ടാകും. അവർക്കുള്ള മറുപടി എന്താണ്? ഒന്ന് സനീഷേ, RSS ഈ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ CPM എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക പാർട്ടിയുടെ വലിപ്പം മാത്രമുള്ളൊരു പാർട്ടിയാണ്. അവർക്ക് വലിയ ഞങ്ങൾ അഖിലേന്ത്യാ പാർട്ടിയാണ് എന്നൊക്കെ പറയാൻ ഭൂതകാലം ഉണ്ടാകും. വർത്തമാനകാലത്തിൽ CPM എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക. RSSനെ നിരോധിക്കാൻ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല, ഇവിടെ ഗവൺമെൻറ്റിന് സാധിക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ആളുകളെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം, അത് പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ നിയമസഭയിൽ പറഞ്ഞതിന് കൂടി മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അദ്ദേഹത്തിന് പുത്തരിക്കണ്ട മൈതാനിൽ ഒരു വേദി കെട്ടി RSSനെ നേരം പുലരുവോളം തെറി പറയുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സുരേന്ദ്രൻ്റെ പ്രസംഗം അല്ലെങ്കിൽ പിണറായി വിജയനെ കാലുകുത്തുക. ഒന്ന്, പിണറായി വിജയനെതിരായ കാലുകുത്താൻ മംഗലാപുരത്ത് കാലുകുത്തില്ല എന്ന് മംഗലാപുരത്ത് ഈ പരിപാടി അനൗൺസ് ചെയ്ത ഒരു സംഘടനയും എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് പിണറായി വിജയനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല ശ്രീ എം ടി രമേശ്. ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നതിന് തെളിവുണ്ട്. അവിടെ തടയേണ്ടി വരും. താങ്കൾ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ തന്നെ പറഞ്ഞത് കേട്ടതാണല്ലോ നാട്ടുകാർ. അവിടെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഇവർ രണ്ട് ഗ്രൂപ്പാണ്, അതാണ് പ്രശ്നം. ഇവർ രണ്ട് ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞത് മംഗലാപുരത്ത് ഈ എൻ്റെ ശംസയില്ല, നിങ്ങൾ ഒരു ഗൗരവത്തിൽ പറയും. നമ്മൾ വെറുതെ ഈ ബാലിശമായ കാര്യങ്ങൾ പറയില്ലേ. മംഗലാപുരത്ത് ഈ പിണറായി വിജയനെതിരായിട്ടുള്ള പ്രതിഷേധം ആഹ്വാനം ചെയ്തത് RSS അല്ല, അവിടുത്തെ ഒരു സംഘടനയാണ്. ആ സംഘടന RSS ഉണ്ട്, BJP ഉണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സമിതിയാണ് അതിനാഹ്വാനം ചെയ്തത്. ആ സമിതി പിണറായി വിജയന് മംഗലാപുരത്ത് കാലുകുത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനൊരു തീരുമാനം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനോ BJP-ക്കോ ഇല്ല. ഞങ്ങൾ പിണറായി വിജയനെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കും, അത് ജനാധിപത്യപരമാണ്. അതിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന എന്താ തെറ്റ്? MV രാഘവനെതിരായിട്ട് എങ്ങനെയാണ് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചത്? നരേന്ദ്രമോദിക്കെതിരായിട്ട് എങ്ങനെയാണ് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചത്? ആ പ്രതിഷേധമുണ്ട്. പിന്നെ ഞങ്ങൾ എവിടെയാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? 2 സംഭവങ്ങളാണ് മുഖ്യമന്ത്രി ഇന്നലെ മംഗലാപുരത്ത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഭോപ്പാലിൽ എന്നോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞത്? ഭോപ്പാൽ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയും DGP-യും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടെലിഫോൺ വിളിച്ച് നിങ്ങൾ തിരിച്ചു പോകാൻ പാടില്ല, അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇടയായിട്ടുള്ള ആളുകളെ നീക്കം ചെയ്ത് അവിടെ അന്തരീക്ഷം കൃത്യമായിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കണം, അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് എന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി നേരിട്ട് കേരള മുഖ്യമന്ത്രിയെ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ. അങ്ങനെയാണ് നിങ്ങൾക്ക് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയോട് ചോദിക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, DGP പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഏർപ്പാടാണ്, ഞങ്ങൾ പ്രതിഷേധിക്കും, അത് വേറെ കാര്യം. ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ശ്രീ എം ടി രമേശ്, സഭയ്ക്കകത്ത് വന്ന വിമർശനങ്ങൾക്ക്, സഭയ്ക്കകത്ത് ഈ കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ BJP നേതാക്കളോ RSSകാരോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. സഭയ്ക്കകത്ത് ഈ പറയുന്ന ഷംസീറും ഇതിനോട് ചേർത്ത് പറഞ്ഞോളൂ ഈ പറയുന്ന ഷംസീറും ഹരീന്ദ്രനും അടക്കമുള്ള MLA-മാർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷ്ണു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു വിഷ്ണു
RSSകാരനാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലോ. ഞാൻ കൊലപാതകം നടത്തിയിട്ട് പി ജയരാജനാണ് കൊന്നത് എന്ന് ആക്ഷേപം മുന്നോട്ട് വെക്കാൻ വേണ്ടി എന്നെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് കേസായിട്ട് നടക്കുകയാണ്. അങ്ങനെ ചില കേസുകൾ ഇവരുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. അതിന് വിശദീകരണം RSSൻ്റെ ഭാഗത്തു നിന്നോ BJPയുടെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നതായി കാണുന്നില്ല. എന്തുകൊണ്ടാണത്? എന്താണ് അതിനുള്ള വിശദീകരണം? ഇതാണ് ഉദാഹരണമായിട്ട് സഭയ്ക്കകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. സനീഷെ, വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞത് അത്തരം ആളുകളെ ഒരു നുണപരിശോധനക്ക് കൂടി വിധേയമാക്കണം. എന്നിട്ട് അവർ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ കേസ് രജിസ്റ്റർ. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റല്ലേ ഭരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിയമപരമായി എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക? അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു RSS ആയുധ പരിശീലനം നടത്തുന്നു, ഞങ്ങൾ നിരോധിക്കും. അമ്പലങ്ങളിൽ ആയുധ പരിശീലനമുണ്ട്. എൻ്റെ ചോദ്യം, 10 മാസമായില്ലേ നിങ്ങൾ ഭരിക്കുന്നു? കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് RSS ആയുധ പരിശീലനം നടത്തുന്നത്? നിങ്ങൾ തടഞ്ഞോ? പുതിയ നിയമമൊന്നും വേണ്ട. നിലവിൽ പൊതുസ്ഥലങ്ങളിൽ ആയുധ പരിശീലനം നടത്തുന്നത്, പൊതുസ്ഥലമായാലും സ്വകാര്യ സ്ഥലമായാലും ആയുധ പരിശീലനം നടത്തുന്നത് നിയമപരമായി തെറ്റാണ്. ഈ രാജ്യത്ത് നിയമമുണ്ട്. നിങ്ങൾ നടപടിയെടുക്കുക. നിങ്ങൾക്ക് നടപടിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതെങ്കിലും അമ്പലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നടപടിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അതിന് തെളിവ് വേണം. നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. അതിലേക്ക് എവിടെയാണുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് കൃത്യമായി പഴുതുകൾ അടച്ച് തെളിവ് സഹിതം നിങ്ങളെ പിടിക്കുന്ന സംശയമുണ്ട്. നിങ്ങൾക്ക് നിരോധിക്കുന്നല്ല. നിങ്ങളുടെ അമ്പലം ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിന് എന്തിനാ വടിവാള്? ഇല്ലെന്നാണ് പറയുന്നത് ഷംസീർ. അദ്ദേഹം പറയുന്നത് ഇല്ലെന്നാണ്. പൊതുസ്ഥലത്ത് ആയുധ പരിശീലനം നടത്തുന്നത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ് എന്ന് MT രമേശ് പറയുന്നു. അത് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതിനർത്ഥം നിങ്ങൾ തെളിവായിട്ട് എന്തെങ്കിലും മുന്നോട്ട് വെക്കും. എവിടെയാണ് നടക്കുന്നത്? എന്റെ സനീഷ്, നിയമപരമായി തെറ്റാണ് എന്നല്ലാതെ MT രമേശിന് നിയമപരമായി ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ കൊടുങ്ങല്ലൂർ അമ്പലം നിങ്ങൾ നോക്കണം. അവിടെ ദാദാഗിരി പിരിവാ നടത്തുന്ന ഇവര് നടത്തുന്ന ദാദാഗിരി പിരിവാ. ഒരു കാര്യം പറയാം, അങ്ങനെ അമ്പലങ്ങൾ കീഴ്പ്പെടുത്താൻ നിങ്ങൾ ധരിക്കൊന്നും വേണ്ട. കേരളത്തിലെ അമ്പലങ്ങൾ കീഴ്പ്പെടുത്തി അവിടെ നിങ്ങളുടെ സ്ക്രൂട്ടിനി നടത്തി വിശ്വാസികൾ അമ്പലത്തിൽ കയറണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ ഞങ്ങൾ ചെറുതാണെന്ന് പറയുമ്പോൾ എന്തെല്ലാം തിരിച്ചടികൾ ഞങ്ങൾക്ക് ഏറ്റാലും ഞങ്ങൾ ലോകത്തെല്ലായിടത്തുള്ളടാ. നിങ്ങളാകെ ഇന്ത്യയിലേ ഉള്ളൂ. ഞങ്ങൾക്ക് ലോകത്ത് തിരിച്ചടികളേറ്റെങ്കിലും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഞങ്ങളെ പറഞ്ഞാൽ തിരിയും. നിങ്ങൾ ആർക്ക് തിരിയാനാ? നിങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് കളിക്കുന്ന ആൾക്കാർ. ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട്. തിരിച്ചടികൾ ലോകത്തെല്ലായിടത്ത് ഏറ്റിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എല്ലായിടത്തും ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ പ്രത്യയ ശാസ്ത്രം അത് രമേശൻ മറന്നുകൊണ്ട് അതുകൊണ്ട് ചർച്ച ചെയ്യണ്ട. ഞങ്ങൾ ഇന്ത്യയിൽ ചെറുതാ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തകരുന്ന കാലമാണ് വരാൻ പോകുന്നത്. മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയം ജനങ്ങൾ തള്ളും. ഞാൻ തിരിച്ചു വരാം, ഗിരിവറിലേക്ക് വരാം. MT രമേശ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സണ്ണി കബിക്കാട്, RSSന് ശ്രീ K സുരേന്ദ്രൻ അന്ന് അവിടെ പ്രസംഗിച്ചതുപോലെ ഈ 2 വോട്ടുണ്ടായിരുന്ന കാലത്ത് നിന്ന് അവർ വലിയ അതിക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടിട്ട് പോലും മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ടൊരു വിഷയം, BJP നേതാക്കളാണ് പിണറായി വിജയനോട് അങ്ങോട്ട് ചെന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചത്, നിങ്ങളെ കാലുകുത്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം BJP എന്ന വാക്കേ എവിടെയും പറഞ്ഞില്ല. RSSനെതിരായിട്ടുള്ള വിമർശനമാണ് അവിടെ മംഗലാപുരത്താണെങ്കിലും ഇവിടെയാണെങ്കിലും നടത്തിയത്. ഇപ്പോൾ ശ്രീ ഷംസീർ പറയുകയുണ്ടായി RSSകാർ ഇപ്പോൾ വന്ന് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളുമായിട്ട് എന്ന്. ഈ പറയുന്ന ഈ സംഘടനയുടെ സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് RSSും BJPയും മറ്റൊരുപാട് സംഘടനകളും ചിലർ പറയുന്നു, ചിലർ പറയുന്നില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള സംഗതികൾ ഇങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഈ മട്ടിൽ രാജ്യത്ത് ഇനി അങ്ങോട്ട് കേരളത്തിലും നല്ല ഊന്നലുകളോടെ നല്ല ശക്തമായി പ്രവർത്തിക്കാനുള്ള അവസരം RSSന് നൽകുന്നില്ലേ? അതിനെ തടയാൻ മാത്രമുള്ള ശേഷി CPMനും മറ്റുള്ളവർക്കുമുണ്ടോ കേരളത്തിൽ? ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, RSS ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ രഹസ്യാത്മകതയൊക്കെ സൂക്ഷിക്കുന്ന സംഘമാണെന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നേതാക്കൾ എത്ര നിഷേധിച്ചാലും. പ്രോബ്ലം എന്തെന്ന് ചോദിച്ചാൽ, ഈ 2% അതിനേക്കാൾ താഴെയായിരുന്ന കാലത്തും RSSും അതിൻ്റെ രാഷ്ട്രീയ മുഖമായ BJPയെയും പ്രതിരോധിക്കാം, അക്രമം കൊണ്ട് പ്രതിരോധിക്കാം, അക്രമവും പ്രത്യാക്രമണവുമായിട്ട് നടന്നിട്ട് ആത്യന്തികമായി സംഭവിച്ചത് എന്താണെന്ന് കണക്കെടുക്കുമ്പോൾ BJPയുടെ വോട്ട് ബാങ്ക് കൂടുകയാണ് ചെയ്തത്. ഈ വോട്ട് ബാങ്ക് കൂടുതൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇത് ഈ ആക്രമണത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും കാര്യമേ അല്ലെന്നും, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 10 വർഷത്തിനിടക്ക് ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ വലിയൊരു മാറ്റമാണ്, വലിയൊരു ജനവിഭാഗത്തെ ഹിന്ദു ഫോൾഡിലേക്ക് കൊണ്ടുവരുന്ന മോഡിയുടെ നേതൃത്വത്തിലുള്ള പുതിയൊരു രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ പ്രാക്ടീസാണ്
കേരളത്തിലെ BJPക്ക് കൂടുതൽ വോട്ട് മേടിച്ചു കൊടുത്തത്. അതല്ലാതെ ഇവർ കണ്ണൂർ നടത്തിയ കൊലപാതകങ്ങളാണ് അല്ലെ തിരിച്ചു കൊലകളാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയുന്നത് ഈ കൊലപാതകവും തിരിച്ചുള്ള കൊലപാതകവും ആക്രമണവും പ്രത്യാക്രമണവും യഥാർത്ഥത്തിൽ BJPയെ തളർത്തുകയോ വളർത്തുകയോ ചെയ്യുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ തളർത്തുകയോ വളർത്തുകയോ ചെയ്യുന്നില്ല. ഇത് തികച്ചും ഭിന്നമായ മറ്റൊരു കാര്യമാണ്. നേരത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ സാമൂഹിക വിഷയങ്ങൾ ഇടപെട്ട് വരുന്ന ഒരു സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി സംഘർഷങ്ങൾ ഉണ്ടാവുകയും രക്തസാക്ഷികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഈ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടിന് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏത് സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്? ഒരു സാമൂഹ്യ മുന്നേറ്റവുമില്ല. ഇവരുടെ സംഘടനാപരവും സങ്കുചിതവുമായ താല്പര്യങ്ങളാൽ രണ്ട് കക്ഷികൾ ഏറ്റുമുട്ടുന്നു എന്നതിനപ്പുറം കേരളത്തിലെ ബാക്കി ഒരു ജനവിഭാഗത്തിനും ഇതിനകത്തൊരു താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഈ RSSൻ്റെയും സംഘപരിവാർ ശക്തികളുടെയും BJPയെയും പ്രതിരോധിക്കുക എന്നത് രാഷ്ട്രീയമായൊരു കാര്യമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കേവലമായ സംഘടനാപരമായ കാര്യമോ വിശ്വാസപരമായ കാര്യമോ അല്ല, മറിച്ച് ഇത് രാഷ്ട്രീയമായൊരു കാര്യമാണ്. RSSനെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJPയും സംഘപരിവാറിനെയും ദുർബലപ്പെടുത്താനുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളി. പക്ഷേ ശ്രീ സണ്ണി കബിക്കാട് അവിടെ അപ്പോഴും ശ്രീ സണ്ണി കബിക്കാട് മറ്റൊരിടത്തും RSS ഇമ്മട്ടിൽ വിമർശിക്കപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് മറ്റൊരു സംസ്ഥാനത്ത് ചെന്ന് RSSനെതിരായിട്ടുള്ള കുറ്റപത്രം ദീർഘമായിട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല എന്നത് അവിടെയുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് സഭയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. RSS എതിർക്കപ്പെടേണ്ട സംഘമാണെങ്കിൽ RSSന് AK ആന്റണി പറയുന്നത് കോൺഗ്രസ്സുകാർ പകൽ കോൺഗ്രസ്സുകാരും രാത്രി RSSകാരുമായി മാറിയിരിക്കുകയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് എന്ന് നിങ്ങളീ പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും RSSന് അത്തരം ഒരു എതിർപ്പ് നേരിടേണ്ടി വരുന്നില്ല എന്നത് വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടെ കോൺഗ്രസ്സുകാർ RSSകാരായിട്ട് രാത്രി മാറിപ്പോകുന്ന സാധ്യതയുണ്ടെങ്കിൽ ഈ പറയുന്ന CPM തന്നെയാണ് അവരെ എതിർക്കുന്നത് എന്നതൊരു വസ്തുതയല്ല. ആ എതിർപ്പ് വേണമോ വേണ്ടയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ആ എതിർപ്പ് CPMൻ്റെ ഭാഗത്തു നിന്നാണ്. CPMകാർ എന്തായാലും RSSകാരാവുന്നില്ല എന്നൊരു വസ്തുത അവിടെയില്ലേ? CPMകാർ RSSകാരാകുന്നുണ്ടോ, RSSകാർ തിരിച്ച് CPMകാരാകുന്നുണ്ടോ എന്നൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രശ്നം അതല്ല. ആ എതിർപ്പ് കേവലം സംഘടനാപരമല്ലാതെ രാഷ്ട്രീയമായ ഒരു എതിർപ്പായാൽ മാത്രമേ രാഷ്ട്രീയമായി RSSനെ തടഞ്ഞു നിർത്താവുന്ന ഒരു ജനാധിപത്യ പദ്ധതി ഇല്ലാതെ RSSനെതിരെ കേവലമായി വിമർശനം ഉന്നയിക്കുന്നതിൽ യാതൊരു കഥയുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതൊരു കാര്യം, കേരളത്തിന് വെളിയിൽ ആരും ഇത് ചെയ്യുന്നില്ല എന്ന് പറയരുത്. യഥാർത്ഥത്തിൽ മോഡിയെ, ഇന്ത്യ ഭരിക്കുന്ന ശക്തരായിട്ടുള്ള മോഡിയെ പ്രതിരോധത്തിൽ വീഴ്ത്തിയത് കേരളത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന, ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ദളിത് മൂവ്മെൻ്റാണ്. അത് ഗുജറാത്തിൽ ഉയർന്നു വന്ന ദളിത് മൂവ്മെൻ്റ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരാരും RSSനെയോ സംഘപരിവാറിനെയോ തൊഴുതു ജീവിക്കുന്നവരൊന്നുമല്ല. വളരെ കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെയാണ്. കോൺഗ്രസ്സുകാർ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ ഇന്ത്യയിൽ എമ്പാടുമുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ RSSനെതിരെയും BJPക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വില കുറച്ച് കണ്ടുകൂടാ. എന്നല്ല, ആ പ്രതിരോധം വിജയിക്കണമെങ്കിൽ